വിശദമായി നോക്കാം. പമ്പയിൽ അയ്യപ്പ സംഗമം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് തള്ളി സമുദായ നേതാക്കളെ അണിനിരത്തി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായി. ശബരിമലയുടെ മതാതീയ ആത്മീയത ഓർമ്മിപ്പിച്ചും ഭഗവത്ഗീത ശ്ലോകം ഉദ്ധരിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ശബരിമലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വാഗ്ദാനം നൽകി. ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. സർക്കാർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ് പമ്പയിൽ നിന്ന്. ഡാനിലേക്ക്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങൾ UDF-ഉം BJP-യും തുടരുന്നതിനിടയിലാണ് അതിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം ശബരി റെയിലുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ്. ശബരി റെയിലിന് വേണ്ടി പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയ ശേഷവും ശബരി പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് മാറി എന്ന തരത്തിൽ ബോധപൂർവമായ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു. അതോടൊപ്പം ശബരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം റോപ്പ് വേ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഊർജിതമായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഡിസംബറിനകം തന്നെ ശബരി വിമാനത്താവളത്തിന് അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളായി നടത്തുന്ന വികസന പദ്ധതികളുടെ ഏകദേശ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു. അതിൽ തന്നെ പമ്പയിലും സന്നിധാനത്തും അതോടൊപ്പം തന്നെ നിലയ്ക്കലിലും നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെ പദ്ധതി ചെലവുകൾ സംബന്ധിച്ചും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമായ വിശദാംശങ്ങൾ പങ്കുവച്ചു. എടുത്തു പറയേണ്ടുന്ന കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞുവച്ച മുഖ്യമന്ത്രി അതിനെതിരെയുള്ള സർക്കാരിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയത്. സുദീർഘമായ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സർക്കാരിന്റെ വികസന പദ്ധതികൾ. അതിനപ്പുറത്തേക്ക് വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് 33 സെമിനാറുകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഒക്ടോബർ മാസത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ സംഗമം. എന്നാൽ അതിനെ അടർത്തിയെടുത്തുകൊണ്ട് അത് മാത്രം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി കാണിച്ച് ബോധപൂർവം വിവാദമുണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. 33 വകുപ്പുകളുടെ പേരിൽ നടക്കുന്ന സെമിനാറുകളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഒന്നിനെ മാത്രം അടർത്തി കാണിച്ച് അതിന് മാത്രമാണ് പ്രാധാന്യമെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ചില നീക്കം നടക്കുന്നു. ഇത് വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. എന്തായാലും വിവാദങ്ങളിൽ കുടുങ്ങി ശബരിമലയുടെ വികസനം ഒരിക്കലും സ്തംഭിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിനപ്പുറത്തേക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ ആഗോള അയ്യപ്പ സംഗമം വഴിവെക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേർത്തത്. സർക്കാർ ശബരിമലയ്ക്ക് എതിരാണെന്നും നവോത്ഥാന നിലപാടുകളിൽ നിന്ന് പിന്നാക്കം പോയെന്നുമുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെയെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിൽ അണിനിരത്താൻ സർക്കാരിനായി. യുവതീ പ്രവേശനം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ മാറ്റി നിർത്തി ശബരിമല വികസനം എന്ന അജണ്ടയിൽ NSSനെ വേദിയിൽ എത്തിക്കാനായും കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാറിലാണ് വേദിയിലേക്ക് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. ബൃഹത്തായ പദ്ധതിയായി ആവിഷ്കരിച്ച ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം. മഞ്ജുഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെയ്തില്ലല്ലോ, ഇപ്പോൾ എന്താണ് പെട്ടെന്ന് അയ്യപ്പ സംഘവുമായി ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് രംഗത്തെത്തിയത് എന്നുള്ള വിമർശനത്തിന് മറുപടി നൽകേണ്ട ബാധ്യതയായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി കൂടിയായി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി മാറി എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അത് അയ്യപ്പ വിശ്വാസികൾക്കെതിരായിരുന്നു എന്ന NSS പോലെയുള്ള സംഘടനകളുടെ നിലപാട്. ആ നിലപാട് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് നടത്തിയ വനിതാ മതിൽ പോലെയുള്ള ഉദ്യമങ്ങൾ. അപ്പോൾ അതിനോട് അന്ന് അനുകൂല നിലപാട് എടുത്ത സംഘടനകൾ ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ 3 പ്രധാനപ്പെട്ട സംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ, 1 NSS, 2 SNDP, 3 KPMS, ഈ 3 പേരെയും ഒരേ വേദിയിൽ ഇരുത്തുവാൻ ഇന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ വ്യത്യസ്തമായ നിലപാട് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നവരാണ്. NSS ആണെങ്കിൽ അന്ന് സർക്കാർ എടുത്ത നിലപാടിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചതാണ്. SNDP ആകട്ടെ അന്ന് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ല നിലപാട് എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചവരും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നവോത്ഥാന സംരക്ഷണ സമിതിക്ക് പിന്തുണ നൽകിയവരുമാണ്. KPMS ആകട്ടെ നവോത്ഥാന സംരക്ഷണ സമിതിക്ക്
ഒപ്പവുമായിരുന്നു. പക്ഷേ ഈ 3 പേരെയും ഈ അയ്യപ്പ സംഗമ സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ അന്ന് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഒരു ആശങ്കയും സർക്കാർ അങ്ങനെ ചെയ്യുകയാണോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചവരാണ് KPMS. പക്ഷേ KPMSന്റെ നേതാവ് പുന്നല ശ്രീകുമാർ ഇന്ന് വന്നു പറഞ്ഞത് ഈ വിവാദ വിഷയങ്ങളൊന്നും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടവയല്ല എന്നതാണ്. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതേ നിലപാട് തന്നെ പറയുകയാണ്. ശബരിമലയുടെ വികസനം മാത്രം ചർച്ച ചെയ്താൽ മതിയെന്ന്. NSSന്റെയും നിലപാട് അതുതന്നെയാണ്. അതായത് ഈ അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട സമയത്ത് ഉയർന്നു വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കുവാൻ സംസ്ഥാന സർക്കാരിന് എന്തായാലും ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളിലേക്കും പോവുകയില്ല. ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും പോവുകയില്ല എന്നുള്ള കാര്യം ഇവരെയൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഈ നേതാക്കളെയൊക്കെ നേരിട്ട് കണ്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരൊക്കെ ഈ അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും. അത് സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ അത് ഭാവിയിൽ എന്തൊക്കെ രീതിയിൽ ഗുണകരമായി ശബരിമലയ്ക്ക് വന്നു തീരും എന്നുള്ള കാര്യത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തവയാണ്. പക്ഷേ അത് പ്രാവർത്തികമായി വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് അയ്യപ്പ വിശ്വാസികളെ മാത്രം കൂട്ടി നേരത്തെ അനുകൂല നിലപാടും എതിർ നിലപാടുമൊക്കെ, അതായത് സംഘടനകളുടെ നിലപാട് വ്യത്യാസമില്ലാതെ അവരെ കൂടെ കൂട്ടി ഇത്തരമൊരു അയ്യപ്പ സംഗമവും ചർച്ചയും ഒക്കെ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തു ഇരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരൊറ്റ അജണ്ടയിൽ, ശബരിമല വികസനം എന്ന അജണ്ടയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ ശബരിമലയുടെ വികസനത്തിൽ താൽപര്യമുള്ളവരാണ് എന്ന് അയ്യപ്പ വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ രാവിലത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രതിഫലിച്ച ഒരു കാര്യം കൂടിയാണ്. ചർച്ചകൾ കൂടി കഴിയുമ്പോൾ അയ്യപ്പ വിശ്വാസികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ ഏത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും എത്രത്തോളം വിജയം അയ്യപ്പ സംഗമത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന BJPയെയും സംഘപരിവാർ സംഘടനകളെയും വെട്ടിലാക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം. എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെയാണ് യോഗിയുടെ ആശംസാ സന്ദേശം ഉദ്ഘാടന വേദിയിൽ വായിച്ചത്. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ VN വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devaswam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു. നമുക്കറിയാം, പല വിധത്തിലുള്ള എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഹൈന്ദവ സംഘടനകളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ പറഞ്ഞ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ദേവസ്വം പ്രസിഡന്റ് എത്തിയപ്പോൾ കാണാൻ തയ്യാറാകാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു. ഇതിനൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണ സംവിധാനമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ, സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അനുകൂലിച്ച് നൽകിയ സർക്കാർ, അവർ അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതെങ്ങനെ വിശ്വാസയോഗ്യമാവുന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ഇന്ന് അതിന് ദേവസ്വം മന്ത്രിയുടെ മറുപടി എന്നുള്ള രീതിയിൽ ഇന്ന് കൃത്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമ
വേദിയിൽ അവതരിപ്പിച്ച് കാണിച്ചത് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം രാജ്യത്തെ ബിജെപിയുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ കത്ത്, ആശംസാ കത്ത് വായിച്ചുകൊണ്ടാണ്. ആ കത്തിന്റെ പൂർണ്ണ രൂപം മുഴുവൻ ദേവസ്വം മന്ത്രി വായിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി പറയുകയാണ്, തനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്, അതിന് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി തന്നെ ഈ കത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ ബിജെപിയുടെ കാർമ്മികത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം ബന്ധപ്പെട്ട ഒരു ബദൽ പരിപാടി പന്തളത്ത് നടക്കുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകളും ബിജെപിയും ഒക്കെ ഒരുമിച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നറിയാം. അതിൽ 10,000-ഓളം ആളുകൾ, 5,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രചരണം നടത്തിയത്, അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രചരണം നടത്തിയത് സംഘപരിവാർ സംഘടനകളും ബിജെപിയാണ്. അവരോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കത്ത് ഈ വേദിയിൽ വായിക്കുന്നതിലൂടെ തങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സാർവത്രികമായ ഒരു പിന്തുണയുണ്ട് എന്നും തങ്ങളെ എതിർക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം കൂടി ദേവസ്വം മന്ത്രി നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും നമുക്കറിയാം ഈ സംഗമത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ആളുകൾ വന്നില്ല, പ്രതീക്ഷിച്ച സംഘടനകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും NSSന്റെയും SNDPയുടെയും KPMSന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായത് കൂടി ശ്രദ്ധേയമാണ്. പക്ഷെ എങ്കിലും സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമായോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയധികം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഡെലിഗേറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, 2 മന്ത്രിമാരെ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടയിൽ ഒരു മന്ത്രി അല്പം ഒന്ന് തനിക്കൊരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞ് ഒന്ന് പിണങ്ങിപ്പോയ മന്ത്രി പിന്നെ തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതായത് നേരിട്ട് ക്ഷണിച്ച ഭരണകർത്താക്കളുടെ നിന്ന് പ്രാതിനിധ്യം ഈ സംഘവുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ഈ യോഗി ആദിത്യനാഥ് ആശംസ അർപ്പിച്ചുകൊണ്ട് നൽകിയ കത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പമ്പാ തീരത്ത് നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന് തന്ത്രി ഖണ്ഡരര് മോഹനര്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയിലും സഹകരിക്കും. 22-ന് പന്തളത്തെ പരിപാടിയിലും ക്ഷണമുണ്ട്. പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തന്ത്രി പറഞ്ഞു. വളരെ ഭംഗിയായിട്ടില്ല നടക്കുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയായിട്ടില്ല. അതെ, ഈ 22-ാം തീയതി പരിപാടി ഉണ്ടല്ലോ പന്തളത്ത്, അതിന് പോകുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിലും പങ്കെടുക്കാൻ നമുക്കിപ്പോ എല്ലാം ഭഗവാന്റെ കാര്യമല്ലേ, എല്ലാവരുടെ ഉദ്ദേശം ഭഗവാൻ അയ്യപ്പനല്ലേ. വനമന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. വനമന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന് സംശയം തോന്നും. വനവകുപ്പ് സർക്കാരിന്റെ ഭാഗം അല്ലേ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. വനനിയമം പാലിച്ച് ന്യായമായി ലഭ്യമാക്കേണ്ട ഭൂമി അടിയന്തരമായി കേന്ദ്രം ഇടപെട്ട് ലഭ്യമാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റിൽ പെട്ടതാണ് വനവകുപ്പ് മന്ത്രി. ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ, ഭരണക്കാർ എവിടെ കിടക്കണോ, ഇത് 2 ഭരണമാണോ എന്ന് വരെ ഇവിടെ എനിക്ക് സംശയമാണ്. എന്ന് വന്നാൽ ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു, അതല്ലെങ്കിൽ ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അനുനയിപ്പിച്ചാണ് പളനിവേലിനെ മടക്കിക്കൊണ്ടുവന്നത്. ഇത് ദേവസ്വം മന്ത്രി VN വാസവനെ അറിയിച്ച് അടുത്ത പ്രസംഗത്തിനായി പളനിവേലിനെ വിളിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെയും സംഗീത് കുമാറിനെയും പ്രസംഗിക്കാൻ വിളിച്ചിട്ടും തന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്തതാണ് പളനിവേലിനെ പ്രകോപിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കപടഭക്തന്റെ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് പോലീസിന്റെ സഹായത്തോടെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉള്ള കബളിപ്പിക്കലാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്
ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കേസുകൾ പിൻവലിക്കുമോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന്. അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറ് പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിൽ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ നീക്കമായി കാണുന്നുവെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇത് സർക്കാരിന്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ തള്ളാതെ ശശി തരൂർ MP. വിശ്വാസത്തിലും ഭക്തിയിലും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്ന് തരൂർ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം ചിരിയിലൊതുക്കി. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, വിശ്വാസത്തിലും ഭക്തിത്തിലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം ആവശ്യമില്ല. അതിനെക്കാണെങ്കിൽ പറയാനൊന്നുമില്ല. ഇവരൊക്കെ എന്നെ ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ വേറെ വിഷയത്തിൽ ഇറങ്ങുന്നില്ല. എനിക്കിന്ന് തരാനുള്ള സന്ദേശമല്ല ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി സമയം വരട്ടെ. പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിയിൽ ഞാൻ നിങ്ങളെ ഒബ്ലൈജ് ചെയ്യുന്നത് നിർബന്ധമാണ്. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷം. കാളിയായും ലക്ഷ്മിയായും സരസ്വതിയായും മനസ്സുകളിൽ ദേവി കളിയാടുന്ന നവരാത്രി ദിവസങ്ങൾ. ലോകമാതാവേ നാഥേ ശരണ്യേ. ഭക്തിയുടെ അനിർവചനീയ അനുഭവങ്ങൾ സംഗീതമായി അലിയുന്ന 10 നാളുകൾ. വിജയദശമി നാൾ വരെ നീളുന്ന ആഘോഷ ദിവസങ്ങളിൽ രാവിലെ 6 മണിക്കും വൈകുന്നേരം 6:30 ദേവി മഹാത്മ്യം. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ തൂങ്ങി മരിച്ചു. തിരുമല കൗൺസിലർ K. അനിൽകുമാറാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. BJPക്കെതിരെ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമറയും ട്രൈപോഡും തകർത്തു. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി അവസാന നിമിഷം വരെയും കൂടെയുണ്ടായിരുന്നുവെന്നും BJP നേതാക്കൾ പറയുന്നു. സാരംഗ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്,
ഒരു BJP കൗൺസിലറാണ് കൗൺസിലർ ഓഫീസിൽ തന്നെ നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏറെ ഗൗരവതരമായ സാഹചര്യം. പക്ഷേ ഈ സാഹചര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നു. BJP പ്രവർത്തകർക്ക് ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള സമീപനമാണ് അവർ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്, വിചിത്രമെന്ന് തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമറ ട്രൈപോഡ് വരെ തകർത്തിരിക്കുന്നു. സമാനമായ രീതിയിൽ മറ്റ് മാധ്യമങ്ങളുടെയും ഉപകരണങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സംഘർഷം ഏത് തരത്തിലാണ് അവിടെ ഉടലെടുത്തത്? പോലീസിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് സാരംഗ്? ആര്യ, നിലവിൽ സാഹചര്യം ശാന്തമാണ്. കാരണം മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ, അതായത് രാവിലെ 10-10:30 ഈ ഒരു ഓഫീസ് തുറന്ന ജീവനക്കാർ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഉടൻ തന്നെ ഈ പോലീസിനെ വിവരം അറിയിക്കുകയും മറ്റും ചെയ്തത്. തുടർന്ന് അവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് പിന്നീട് 12 മണിക്ക് ശേഷം ആക്രമണം ഉണ്ടായത്. അതായത് ഇത്തരത്തിലൊരു BJP നേതൃത്വത്തെ ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിൽ വാർത്ത നൽകി എന്നൊരു കാര്യം ആക്രോശിച്ചുകൊണ്ടായിരുന്നു. അതായത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BJP പ്രവർത്തകർ ആക്രമിച്ചത്. അതിനു മുൻപും പലതവണ ഒറ്റപ്പെട്ട ഭീഷണികൾ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് പ്രവർത്തകരടക്കം ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇവർ കൂട്ടം കൂടി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ ഇവിടെ നിന്നും കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ഇറക്കി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അതിനിടയിൽ പോലീസ് ഇടപെടുകയും ഈ പ്രവർത്തകരെ നിയന്ത്രിക്കുകയും മാധ്യമപ്രവർത്തകരെ ഘട്ടം ഘട്ടമായി താഴേക്ക് ഇറക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇവരെ തള്ളിയിടുന്നൊരു സമീപനം ഉണ്ടായത്. താഴേക്കെത്തിയ മാധ്യമപ്രവർത്തകരെ ക്യാമറ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. നമ്മുടെ ക്യാമറ ട്രൈപോഡ് തകർത്തു. അതിനുശേഷം സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ക്യാമറ ലെൻസും തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ നമ്മുടെ ട്രൈപോഡ് ഊരിയെടുത്തതിനു ശേഷം മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത്തരത്തിൽ പ്രാകൃതമായ നടപടിയായിരുന്നു BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ ഈ ഒരു BJP നേതൃത്വം നയിക്കുന്ന ഒരു സംഘം, അതായത് ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ മറ്റും നടക്കുന്ന ഒരു ഇത്തരത്തിലൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല ലോണുകളും തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലരും ഉന്നയിച്ചു. അത്തരത്തിൽ ഈ ഒരു സംസ്ഥാനത്തുടനീളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഭാഗമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു BJP നേതൃത്വം നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു അഭിമാനക്ഷതം ഏറ്റു. മാത്രമല്ല ഇത് കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് എത്തിച്ചു. അതൊക്കെയാണ് ഈ ഒരു മരണത്തിന് കാരണം. പക്ഷേ ഇതൊരു വാർഡ് കൗൺസിലർ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിക്കുക എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇത് എത്ര തരം മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് അദ്ദേഹം പോകണമെങ്കിൽ ഔദ്യോഗികപരമായ പ്രശ്നങ്ങളും മറ്റും കാരണമായിരിക്കാം. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും. അത് ഈ കായികമായി നേരിടാനായിരുന്നു പിന്നീട് നേതൃത്വത്തിന്റെ തീരുമാനം. ഇങ്ങനെ പ്രവർത്തകർ തടിച്ചുകൂടി ഈ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഇടപെടാൻ അല്പം വൈകി. കാരണം ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന ആക്രമണമാണ്. മാത്രമല്ല ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി ആക്രമിക്കുമെന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണം പോലീസിന് തുടക്കം മുതൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തുകയായിരുന്നു. പിന്നീട് കെട്ടിടത്തിന്റെ ഓഫീസ് മുറിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകരെയും ക്യാമറാമാൻമാരെയും മാറ്റിയതിനു ശേഷമാണ് താഴെ എത്തിയതിനു ശേഷമാണ് കൂടുതൽ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം പോലീസ് ഇടപെട്ട് ഇവരെ രണ്ടു ഭാഗത്തേക്ക് മാറ്റുകയും തുടർന്നും ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശമുണ്ടായി. ഇപ്പോൾ തൊട്ടു മുൻപ് വരെ ഇവിടെ നിൽക്കേണ്ട, മാറിപ്പോകണം എന്നടക്കം പല മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നു. അതിൽ പോലീസ് ഇടപെട്ട് ഇത്തരത്തിൽ ഇങ്ങനെ സംസാരിച്ച് ഈ സാഹചര്യം കൂടുതൽ അത്തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകാത്ത രീതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിലെ കാരണം കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടിയും അടക്കം ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെ കാരണം കൂടുതൽ വ്യക്തമാകുള്ളൂ. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും BJP സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട രണ്ട് വിഷയങ്ങൾ ഉണ്ട്. പ്രധാനമായും ഒന്ന് BJP കൗൺസിലർ തൂങ്ങി മരിക്കാനുണ്ടായി. അദ്ദേഹം കൗൺസിലർ ഓഫീസിൽ തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഗൗരവതരമായ ഒരു സാഹചര്യം. ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. അതിനപ്പുറം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഗുരുതരമായ ഒരു സാഹചര്യം. ആ വിഷയത്തിലും മറുപടി പറയേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരുടെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ അടക്കമാണ് കേടുപാടുകൾ ഈ BJP പ്രവർത്തകർ വരുത്തിയിട്ടുള്ളത്.
കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന പരസ്യ നിർദ്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. കേരള കോൺഗ്രസുകളെ യോജിപ്പിക്കാനായി സഭ നേരിട്ട് ഇടപെടുന്നു എന്നതിന്റെ സൂചന കൂടിയായി ബിഷപ്പിന്റെ വാക്കുകൾ മാറി. PJ ജോസഫിനെ കുറിച്ചുള്ള പുസ്തക പ്രകാശന വേദിയിലായിരുന്നു നിർദ്ദേശം. എനിക്ക് കേരള കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ ഒത്തിരി പേരുള്ളതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന എല്ലാ മുന്നണിയുടെയും കൂടെ ഓരോ കഷ്ണം ഉള്ളതാണ് ഞങ്ങൾക്കൊക്കെ സൗകര്യം. കാരണം ഗവൺമെന്റിനോട് സംസാരിക്കാൻ അത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പിളരുന്തോറും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോവുകയാണെന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയാം. നിങ്ങളിങ്ങനെ പിളർന്ന് കഷണമായി പോകുന്നതോറും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതങ്ങനെ ഉണ്ട്. ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ കുറെ മണ്ടന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഞങ്ങളെല്ലാം പല വഴിക്കാണ്ട് ചിതറിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാടിന്റെ നന്മ സ്വപ്നം കണ്ടുള്ള നല്ല തീരുമാനങ്ങൾ, പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാൽ പോരാ, നാടിന്റെ നന്മ സ്വപ്നം കണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ അഭിപ്രായം പോസിറ്റീവായി കാണുന്നുവെന്ന് മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. പിതാവ് പറഞ്ഞത്, കേരള കോൺഗ്രസിന്റെ നേതാക്കൾ നിങ്ങളിങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ചിതറിപ്പോകുന്നൊരു വിശ്വാസ സമൂഹമുണ്ട്. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ചിതറിപ്പോകുന്നൊരു വിശ്വാസ സമൂഹമുണ്ട്. ആ വിശ്വാസ സമൂഹം ചിതറിപ്പോകുന്നത് നിരാശാജനകമാണ്. ആ വിശ്വാസ സമൂഹം കേരളത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ജനശക്തിയാണ്. ആ ജനശക്തിയെ ഒന്നിപ്പിച്ചു നിർത്താൻ നിങ്ങൾ നേതാക്കൾ ഐക്യപ്പെട്ടാൽ എത്ര നല്ല കാര്യമാണ് എന്നാണ് പിതാവ് പറഞ്ഞത്. പിതാവിന്റെ നിർദ്ദേശം വളരെ നല്ലതാണ്, ഒരു സംശയവുമില്ല. പിതാവ് വളരെയേറെ ദീർഘവീക്ഷണമുള്ള ഒരു സഭാതലവനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസക്തമാണ്. ഞങ്ങൾ അതിന് വില കൽപ്പിക്കുന്നു. അതേക്കുറിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായം പറയുന്നതിന് ആദ്യം രംഗത്ത് വരേണ്ടത് ജോസ് കെ മാണി വിഭാഗമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്തായാലും ബിഷപ്പ് തോമസ് തറയിലിന്റെ പ്രസ്താവനയോട് വളരെ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മോൻസ് ജോസഫ് നിലവിൽ കമ്മിറ്റികളൊന്നും കൂടിയിട്ടില്ല, തങ്ങൾ അത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഈ ബിഷപ്പ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുകയാണ്. ഇനി പക്ഷേ നിലപാടെടുക്കേണ്ടത് ജോസ് കെ മാണി വിഭാഗമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതിനോടൊരു അനുകൂല പ്രതികരണം ഇതുവരെയും ജോസ് കെ മാണി വിഭാഗം നടത്താൻ തയ്യാറായിട്ടില്ല. പല ഘട്ടങ്ങളിലും നേരത്തെ ഈ പാർട്ടി പിരിഞ്ഞ സമയത്ത്, പിളർപ്പുണ്ടായ സമയത്തടക്കം പിളർപ്പുണ്ടാകരുത്, ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ അന്നും ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇടതുമുന്നണിയിലേക്ക് പോകരുത് എന്ന അഭിപ്രായമെന്ന് ബിഷപ്പുമാർ പങ്കുവച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ജോസ് കെ മാണി വിഭാഗം അതിനോട് ഈ UDF തങ്ങളെ ചതിച്ചതാണ് എന്ന മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പല വിഷയങ്ങൾ, ഭൂപതിവ് ചട്ട ഭേദഗതി, മലയോരത്തെ ഈ വന്യമൃഗ ശല്യം, ഇതിലെല്ലാം ഇടത് സർക്കാർ അനുകൂലമായ നിലപാടെടുത്തു എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ തന്നെ തുടരാനുള്ളൊരു നീക്കം ഫലത്തിൽ ജോസ് കെ മാണി വിഭാഗം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ബിഷപ്പ് തോമസ് തറയിലിന്റെ ഈ പ്രസ്താവനയോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് വീണ്ടും ചങ്ങനാശ്ശേരി സെന്റ് തെരേസ സ്കൂളിന്റെ 25ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ തോമസ് തറയിൽ തയ്യാറായില്ല, ബിഷപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും അണിയറയിൽ ഇത്തരം നീക്കങ്ങൾ ഇനിയും സജീവമായി തുടരും. അതേത് അറ്റം വരെ എത്തും? ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ UDFൽ എത്തിക്കാനുള്ള ശ്രമമാണ് UDF നടത്തിയിരുന്നത്. അതിന് സഭകൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് വേണം തോമസ് തറയിലിന്റെ പ്രസ്താവനയെ കാണാൻ. തീർച്ചയായും ഇനിയുള്ള മാസങ്ങളിൽ ഈ രാഷ്ട്രീയ വിഷയം വളരെ നിർണായകമായി നിലനിൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. KM മാണിയെ വേദനിപ്പിച്ച് കൊന്നത് മകനും മരുമകളുമെന്ന് PC ജോർജ്. ഒരു ദിവസം രാവിലെ KM മാണി ഫോണിൽ വിളിച്ച് വരണമെന്നാവശ്യപ്പെട്ടു. പാലായിലെ വീട്ടിൽ താൻ ചെന്ന് കണ്ട ശേഷമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയതെന്നും PC ജോർജ് പറഞ്ഞു. ന്യൂസ് 18നോടായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. മാണിയുടെ മകൻ, മാണിയെ തന്നെയാണ് മാണിയുടെ മകനാ. ആ മകനെ ഓർത്ത് എങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാവും, മാണി ഗ്രൂപ്പ് ഉണ്ടാവും? പറ. പ്രാക്കില ദൈവത്തിന്റെ പ്രാക്കുണ്ട്. KM മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ളവൻ. പക്ഷെ അവസാന കാലം അദ്ദേഹം മരിക്കുന്നത് എന്നോടൊപ്പം നിന്നുകൊണ്ടാണ്. അവിടെ പറയുന്നത് അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇന്ന് രാവിലെ ഓടി വിളിച്ച് ജോറയെ ഇവിടെ വരണമെന്ന് ഞാൻ ഓടിച്ചെന്നു. പെരുവായിലെ കരഞ്ഞു. ഞാൻ ചീത്ത വിളിച്ചപ്പോൾ കട്ടൻ കാപ്പ് കൊണ്ട് കൊടുത്തറിയാവോ? അന്ന് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ മാറ്റിയതാ. പിന്നെ ഡെഡ് ബോഡിയാ പാല വീട്ടിൽ വന്നു.
23 വർഷം മന്ത്രി, 52 MLA ആയ ഒരു മനുഷ്യന്റെ അനുഭവമാണ്. ഇത് സ്വന്തം മകനും മകന്റെ ഭാര്യയും കൂടെ ചെയ്തതാ. എന്നിട്ടാണ് വർത്തമാനം പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന്. നാണമില്ല ഇയാൾക്ക് മാണി ഗ്രൂപ്പിന് പേര് പറയാൻ? തന്റെ തല്ലിയ മനുഷ്യന്, അങ്ങനെ വേദനിപ്പിച്ച് കൊന്നവന് മാണി ഗ്രൂപ്പ് എന്ന് പേര് വിട്ടോണ്ട് നടക്കുക. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച CPM-ഉം കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് ഇരു പാർട്ടികളും നിലപാട് വ്യക്തമാക്കിയത്. ബീഹാറിന് നൽകിയ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സർക്കുലർ കൂടി 9/9/2025 സർക്കുലർ കൂടി ഇവിടെ വിതരണം ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയ സർക്കുലറാണത്. അതിൽ സുപ്രീം കോടതി വിധിയെ റെഫറൻസായി പറയുന്നുണ്ട്. 8/9 വിധിയെ അടിസ്ഥാനമാക്കി 12ാമതായി ആധാർ കാർഡ് SIR-ന് രേഖയായി അംഗീകരിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ ബീഹാറിന് ബാധകമായി ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചതും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയതുമായ SIR ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഇത്തരമൊരു യോഗം സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടേത് വിളിച്ച് കൂട്ടുന്നതിന് മുമ്പ് 5 ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ യോഗം നടത്തി കഴിഞ്ഞു. അത് അങ്ങയുടെ നിർദ്ദേശങ്ങളെ, അങ്ങയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി പോയി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആശങ്ക വേണ്ടെന്നും യോഗ്യരായ എല്ലാവരെയും പട്ടികയിൽ ഉൾക്കൊള്ളിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. SIR വരുമ്പോൾ ഒരാൾക്ക് ആശങ്ക വേണ്ട. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി നൽകാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം സഹകരണം ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു സഹായം സഹകരണം കൂടി ആവശ്യമാണ്. മീഡിയയുടെ കൂടി എല്ലാവിധ പിന്തുണ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം BJP സ്വാഗതം ചെയ്തു. അപ്പോൾ പരിഷ്കരണം എന്ന് പറയുന്നത് സ്വാഭാവികമായ അനുസ്യൂതമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം, അതിനെയാണ് ഞാൻ കൂടുതലും സ്വാഗതം ചെയ്യുന്നത്. യോഗ്യതയുള്ള ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഈ മിഷൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണത്. അതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തത്. സുപ്രീം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനം നടപ്പാക്കുന്നതായിരുന്നു പ്രധാനമായും CPM ഉന്നയിച്ച ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CPM-ന് വേണ്ടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ പട്ടിക പരിഷ്കരിക്കാൻ എടുക്കുന്ന സമയമാണ് കോൺഗ്രസിന്റെ PC വിഷ്ണു അടക്കമുള്ളവർ പ്രധാനമായും എതിർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകും. ഈ സമയത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഈ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക? 2002 പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ വോട്ടർമാർ വലിയ രീതിയിൽ വോട്ട് ചേർക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. ആ രേഖയല്ലേ അടിസ്ഥാന രേഖയാക്കേണ്ടത്, ആ പട്ടികയല്ലേ അടിസ്ഥാന രേഖയാക്കേണ്ടതെന്ന ആവശ്യവും പൊതുവിൽ ഉയർന്നു. മാത്രമല്ല പ്രവാസി വോട്ടർമാരെ ഒഴിവാക്കുകയും കുടിയേറ്റ വോട്ടർമാരെ ഒഴിവാക്കുകയും ചെയ്യുന്ന നീക്കത്തോടും രാഷ്ട്രീയ പാർട്ടി CPM-ഉം CPI-യും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ശക്തമായ എതിർപ്പ് അറിയിച്ചു. ബീഹാർ മോഡലാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്കൊക്കെ നൽകുന്നത്. ബീഹാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ ഭയമുണ്ടാകുന്നു. 60 ലക്ഷത്തിലേറെ വോട്ടർമാരെ ഒഴിവാക്കാനാണ് അവിടെ ശ്രമം നടന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യമല്ല സംസ്ഥാനത്ത്. അതുകൊണ്ട് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെ ശരിയല്ല എന്ന നിലപാടാണ് പൊതുവിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത്.
ഇരട്ട വോട്ടർമാരെയും വ്യാജ വോട്ടർമാരെയും മരിച്ചവരെ ഒഴിവാക്കിയാൽ തന്നെ പട്ടിക ശുദ്ധീകരിക്കാം. ആ സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരമൊരു തീവ്ര പരിഷ്കരണം എന്ന പേരിൽ ഇപ്പോൾ തന്നെ ഈ നടപടിയായി മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത്. എന്നാൽ BJPയുടെ പ്രതിനിധിയായി പങ്കെടുത്ത B. ഗോപാലകൃഷ്ണൻ പൂർണ്ണമായും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തു. വ്യാജ വോട്ടർമാരും ഇരട്ട വോട്ടർമാരും ഒഴിവായി തന്നെ പോകണം, കുടിയേറ്റ വോട്ടർമാർ ഒഴിവാകണം. മാത്രവുമല്ല, ആരെങ്കിലും കഴിഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോ എന്നത് മാത്രമാകരുത് ഇതിന് അടിസ്ഥാനം, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രമാകരുത് അടിസ്ഥാനം, പകരം അവർ യോഗ്യരാണോ എന്ന കാര്യം കൂടി പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. അവർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. 5 ജില്ലകളിൽ ഇതിനകം ജില്ലാ കളക്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെ യോഗം വിളിക്കുന്നതിന് മുമ്പ് അവരെ വിശ്വാസത്തിലെടുക്കാതെ അത്തരം യോഗം ചേർന്നതിനെയും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ വിമർശിച്ചു. ഇക്കാര്യങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവിടെ ഉയർന്ന വിമർശനം അതേപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. ഒരു തരത്തിൽ ആശങ്കയും വേണ്ട, അർഹരായ എല്ലാ പേരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമെന്ന ഉറപ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതികൾക്ക് നൽകിയത്. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണം പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. KM ഷാജഹാന്റെയും CK ഗോപാലകൃഷ്ണന്റെയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. പോലീസ് ഇടപെടലിൽ അടിയന്തര ഇടപെടലിൽ അഭിമാനമെന്ന് KJ ഷൈൻ പ്രതികരിച്ചു. കിട്ടിയ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഷൈൻ പറഞ്ഞു. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെന്റ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും മുനമ്പം ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നതായി KN ഉണ്ണികൃഷ്ണൻ MLA പ്രതികരിച്ചു. അപവാദ പ്രചാരണത്തിന്റെ ഉറവിടം അന്വേഷണത്തിലൂടെ വ്യക്തമാകണം. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം അറിഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തള്ളിപ്പറയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇത് സംശയം ഉണ്ടാക്കുന്നുവെന്നും MLA പ്രതികരിച്ചു. എനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും വൈപ്പിൻ പ്രദേശം ഉൾപ്പെടുന്ന മുനമ്പം ഡിവൈഎസ്പിക്കും ആലുവ SPക്കും പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മൊഴിയെടുക്കാൻ ഇന്നിവിടെ മുനമ്പം ഡിവൈഎസ്പി മുമ്പാകെ ഞാൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അപവാദ പ്രചരണത്തിന്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ MV ഗോവിന്ദൻ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM സഹയാത്രികന്റെ യൂട്യൂബ് ചാനലിലാണ് വാർത്ത വന്നത്. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലെ ആരെങ്കിലും അത് ഏറ്റെടുത്ത് കാണും. ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും CPM സൈബർ ആക്രമണം നടത്തിയപ്പോൾ നടപടി ഉണ്ടായില്ല. ഇരട്ട നീതിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നും VD സതീശൻ പറഞ്ഞു. ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങിവെച്ചത് MV ഗോവിന്ദനാണ്. അയാൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തു കാണും. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. രണ്ടാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എത്തുമെന്ന ധാരണയിൽ MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർ. BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്ലക്കാർഡും ബാനറുമേന്തി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. MLA എന്ന നിലയിൽ രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എന്നാൽ പ്രവർത്തകർ പ്രതീക്ഷിച്ച പോലെ MLA പാലക്കാട് എത്തിയില്ല. പ്രതിഷേധം തുടരാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് MLA ഓഫീസിൽ കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ വിവാദത്തിൽ പ്രതികരണവുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സോഷ്യൽ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കുന്നത്തുകാൽ സ്വദേശികളായ വസന്ത, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരുക്കുണ്ട്. തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് അപകടം സംഭവിച്ചത്. H-1B വിസയ്ക്ക് പ്രതിവർഷം $1 ലക്ഷം അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ നീക്കം H-1B വിസയുടെ പ്രധാന ഗുണഭോക്താക്കളായ ഇന്ത്യൻ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാനും അതിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഈ നിർദ്ദേശം. അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. $1 ലക്ഷം, അതായത് 88 ലക്ഷം രൂപയാണ് ഭരണകൂടം ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ ഈടാക്കുന്ന വെയിറ്റിംഗ് ചാർജുകൾക്ക് പുറമെയാണ് ഈ ഫീസും ഈടാക്കുക. വിസ പുതുക്കുവാനും ഇതേ തുക നൽകേണ്ടതായുണ്ട്. ഫീസ് മുൻകൂറായി ഈടാക്കണോ അതോ വാർഷിക തലത്തിൽ കൈപ്പറ്റണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും. ശമ്പളമോ മറ്റ് മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ഫീസ് ബാധകമാണ്. പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി രാജ്യത്തെത്തുന്ന പരിചയക്കുറവുള്ള വിദേശീയരുടെ കടന്നുവരവ് ഇതോടെ നിലയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത്. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി US പോകുന്ന IT ജീവനക്കാരെയാണ് പ്രഖ്യാപനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക. ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ കമ്പനികളെ ഈ മാറ്റം കനത്ത പ്രഹരമാണ്. ഇത് ഇന്ത്യക്ക് മേളിലുള്ള വലിയൊരു കനത്ത പ്രഹരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം ഇന്ത്യൻ IT മേഖലയെ അത് ചെറിയ കമ്പനിയാണെങ്കിലും വലിയ കമ്പനിയാണെങ്കിലും വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 5 മില്യൺ ആൾക്കാരാണ് ഇന്ത്യക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അമേരിക്കയിൽ വന്നതിന്റെ ഒരു മെയിൻ സോഴ്സ് H-1B ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എല്ലാ H-1B വിസ സ്വീകരിക്കുന്നവരിലും 71% ഇന്ത്യക്കാരാണ്. H-1B വിസകൾ സാധാരണയായി 3 മുതൽ 6 വർഷം വരെയാണ് അനുവദിക്കുന്നത്. അതേസമയം കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് പുതിയ തീരുമാനമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം. കുറഞ്ഞ ഫീസ് ചുമത്തിയിരുന്നതിനാൽ അമേരിക്കയിലെ പല ചെറിയ തസ്തികകളിൽ പോലും തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പുതിയ തീരുമാനത്തിലൂടെ കഴിയുമെന്നാണ് US-ന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിൽ 2 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ ആക്രമണവുമായി ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ സിം മഹ്മൂദ് യൂസഫ് അബു അൽഖീർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസ സിറ്റി ഇസ്രായേൽ സേന പൂർണ്ണമായി വളഞ്ഞു. അതിനിടെ പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പോർച്ചുഗലും വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസ സിറ്റി ഇസ്രായേൽ സേന പൂർണ്ണമായി വളഞ്ഞു കഴിഞ്ഞു. നിലവിൽ വ്യോമാക്രമണം വഴിയും അതുപോലെ തന്നെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പീരങ്കി ആക്രമണവുമാണ് ഈ നഗരത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗാസ സിറ്റിയിൽ മാത്രം 6 ലക്ഷത്തിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് വിവരം ലഭിക്കുന്നത്. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പേർ ഇസ്രായേൽ സേനയുടെ ഭീഷണിക്ക് വഴങ്ങി ഈ ഗാസ മുനമ്പ് വിട്ടുപോയിട്ടുണ്ട്. പ്രധാനമായി തെക്കൻ ഗാസ മേഖലയിലേക്കാണ് ആളുകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണം മേഖലയിലുള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായി സ്തംഭിച്ചു കഴിഞ്ഞു. പ്രദേശത്തുള്ള ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻസും എല്ലാത്തിൻ്റെയും കാര്യം ഇപ്പോൾ തകരാറിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഒരു കമാൻഡറായിട്ടുള്ള സിം മഹ്മൂദ് യൂസഫ് അബു അൽഖീർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഈ കമാൻഡർ കൊല്ലപ്പെട്ടത്
കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇസ്രായേൽ സേന ഇപ്പോൾ നിലവിൽ അവിടെയുള്ള പ്രവർത്തന സജ്ജമായിട്ടുള്ള 2 ആശുപത്രികളിലും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അഭയാർത്ഥി കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള മൊത്തം മരണസംഖ്യ 65,141 കവിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് പട്ടിണി കാരണം മരിച്ചത്. ഇതോടെ പട്ടിണി മൂലം ഈ മേഖലയിൽ മരിക്കുന്നവരുടെ എണ്ണം 440 പിന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന 5ാമത്തെ രാജ്യമായി ഇപ്പോൾ നിലവിൽ പോർച്ചുഗലും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഫ്രാൻസ്, അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചു കഴിഞ്ഞു. എന്തായാലും മേഖലയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും മേഖലയിൽ കടുത്ത ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UN സെക്രട്ടറി ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസും ഇക്കാര്യത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ആക്രമണമാണ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എല്ലാ എതിർപ്പുകളെയും വകവയ്ക്കാതെ ഇസ്രായേൽ മേഖലയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി മേഖലയിൽ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളെ തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ ജോലി അഴിമതി തുറന്നു കാട്ടുക എന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രിക്കെതിരെ അത്തരം തെളിവുകളില്ല. അതിനാൽ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നതെന്നും ഇത്തരം രീതികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ ഇല്ലാതാക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. മോദിജിനെ मल्टी पार्टी पार्लियामेंट्री डेमोक्रेटिक सिस्टम को पुष्ट करने के लिए हमेशा आग्रह रखा है कि संसदीय शुचिता और पार्लियामेंट्री डिसिप्लिन ये दोनों का पालन किया जाना चाहिए. और मैं मानता हूं कि देश की जनता ने कभी न कभी शीर्ष करना पड़ेगा. പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് നടത്തുന്ന അധിക്ഷേപങ്ങൾ ഇങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് രാഷ്ട്രീയം തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് ചുരുങ്ങുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഭാഷ का जो प्रयोग करते हैं, इस प्रकार की राजनीति को जो बल देते हैं, ऐसे लोगों ने जनता ने दंड देना चाहिए. किसी भी व्यक्ति का भ्रष्ट आचरण हो तो वो उसकी व्यक्तिगत बात नहीं बनती है, सार्वजनिक होती है. उसके भ्रष्टाचार को उजागर करना वो विपक्ष का जिम्मेदारी भी है. നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും പ്രതിപക്ഷം ആക്ഷേപിക്കുകയാണ്. ഇത്തരം നടപടികൾ ജനാധിപത്യ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നില്ലെന്നും അത്തരം നേതാക്കളെ തെരഞ്ഞെടുപ്പുകളിൽ ശിക്ഷിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. मोदी जी की स्वर्गीय माता जी के लिए अपशब्द बोल देना ये हमारी देश की लोकतांत्रिक राजनीति को पुष्ट नहीं करेगा. और मैं देश की जनता को जरूर कहना चाहूंगा कि ऐसे लोगों को दंडित करना चाहिए चुनाव के माध्यम से. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്നാണ് അമിത്ഷാ പാർലമെന്റിനെ വിശേഷിപ്പിച്ചത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തത്വങ്ങളെയും നയങ്ങളെയും കുറിച്ച് ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായിരിക്കണം പാർലമെന്റെന്നും അത്തരം ചർച്ചകൾക്ക് ഇതിലും വലിയ വേദി വേറെയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ എംപിമാർ ഇതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗുജറാത്തിലെ ഭാവ്നഗറിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്രസേ സമൃദ്ധി എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 34,200 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്ന് രാവിലെ ഭാവ്നഗർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയാണ് പരിപാടി നടക്കുന്ന ഗാന്ധി മൈതാൻ വേദിയിലേക്ക് എത്തിയത്. ചടങ്ങിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ 140 കോടി ജനങ്ങളെ ലോകത്തിന് മുന്നിൽ പരാജയപ്പെടാൻ അനുവദിക്കരുത്. ഇതിനായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,520 രൂപ, പവന് 68,160 രൂപ. വെള്ളി ഗ്രാമിന് 142 രൂപ, കിലോഗ്രാമിന് 1,42,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. KP അഭിലാഷ് ചേരും.